ഫ്രോങ്സറിൻ മലേഷ്യയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയ അന്ന് തന്നെ വൈകുന്നേരം പോയൊരു സ്ഥലമാണ് പെട്രോനാസ് ട്വിൻ ടവർ. KLCC കൊല്ലംലമ്പൂർ സിറ്റി സെൻറ്ററിലുള്ള രണ്ട് ഗോപുരങ്ങളാണ് പെട്രോനാസ് ട്വിൻ ടവർ. അപ്പോൾ പെട്രോനാസ് ട്വിൻ ടവറിൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ KLCC അക്വേറിയം ഉണ്ട്. അവിടെ നമ്മൾ ആപ്പ് വഴി ബുക്ക് ചെയ്തിരുന്നു. ക്ലൂക്ക് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തത്. ആ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ബെൻലിയും ഗ്രാൻഡ് ഹയാത്തും ഒക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലാണ് KLCC അക്വേറിയം ഉള്ളത്. നമ്മൾ ക്ലൂക്ക് ആപ്പിൽ ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണിച്ചിരിക്കുന്ന QR കോഡ് അവിടെ സ്കാൻ ചെയ്യാൻ കാണിച്ചാൽ മതി, അവർ നമുക്ക് ആക്സസ് തരും. ഏകദേശം ഒരു 3 മണിക്കൂറിനടുത്ത് തന്നെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. 3 തൊട്ട് 5 മണിക്കൂർ വരെയുള്ള സമയമാണ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ റെക്കോർഡ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. ഇത്രയും ലെങ്തി വീഡിയോ കാണുമ്പോഴത്തേക്ക് ബോറിംഗ് ആയിരിക്കും. ഇടയ്ക്ക് ഷോർട്സ് ആയിട്ടും ഇടയ്ക്ക് സെപ്പറേറ്റ് വീഡിയോസൊക്കെ ആയിട്ടും അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ടണലിലേക്ക് നമ്മൾ കയറി. ആ ടണലിൽ തന്നെ ഏകദേശം നമുക്ക് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. കാര്യം ക്യൂ ആയിട്ടായിരിക്കും ആൾക്കാർ പോകുന്നത്. റഷ് ചെയ്തോ അല്ലെങ്കിൽ നല്ല വൈഡ് സ്പേസ് അല്ല. നമ്മൾ പതുക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഇരുണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അതിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ടൈം സ്പെൻഡ് ആവും. അതുകൊണ്ട് KLCC അക്വേറിയത്തിലേക്ക് കയറുന്നവർ എല്ലാവരും ഏകദേശം ഒരു 3-4 മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് പകൽ സമയത്ത് തന്നെ കയറുന്നതായിരിക്കും നല്ലത്. കാര്യം അതിന് ശേഷം ലൈറ്റ് ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് KLCC അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റായിരിക്കും.
നമ്മൾ KLCC അക്വേറിയത്തിൽ നിന്ന് തിരിച്ച് സൂര്യ മാളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ വാട്ടർ ഫൗണ്ടെയിനും ആ ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്ന അവിടെ ജസ്റ്റ് ഒരു ട്രയലാണെന്ന് തോന്നുന്നു. വാട്ടർ ഫൗണ്ടെയിൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5:30-6 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ചെറുതായിട്ട് കണ്ട ആ ഒരു വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് സൂര്യ KLCC മാളിനകത്തേക്ക് പോയി. ദീപാവലി സമയമാകൊണ്ട് തന്നെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെ മാളിനകത്തുണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ജസ്റ്റ് മാളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട നടന്നു പോയപ്പോൾ ബെല്ലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ട ഗ്രാൻഡ് ഹയത്താണ്. ജസ്റ്റ് അത് നമുക്ക് ഇവിടെ നല്ലൊരു ഡിസ്റ്റൻറ്റ് വ്യൂ കിട്ടുന്നുണ്ട്. ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടാണ് നമുക്ക് വാട്ടർ ഫൗണ്ടെയിൻ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ അരമണിക്കൂറിൽ സൗണ്ട് ഇല്ലാത്ത ജസ്റ്റ് ലൈറ്റ് മാത്രമുള്ളൊരു ഷോ ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത അരമണിക്കൂർ വിത്ത് സൗണ്ടും, അതിനുശേഷം അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഏകദേശം ഒരു 10 മണി വരെ, 7 മണി തൊട്ട് 10 മണി വരെയാണ് അതിൻ്റെ സമയം വരുന്നത്. അവരുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും.